ഹായ്. ഈറ്റിംഗ് ഹെൽത്തി അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പല ആളുകൾക്കും സമയം പാലിച്ചുള്ള ഭക്ഷണവും വെജിറ്റബിൾ സാലഡും പ്രോട്ടീൻ പൗഡറും ഒക്കെയാവും മനസ്സിൽ വന്നത്. പക്ഷേ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമല്ല, അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹെൽത്തി ഡയറ്റിൻ്റെ ബേസിക് ഐഡിയ ഒരു 10 പോയിന്റ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ക്ലൈമർ ഉണ്ട്, ഈ വീഡിയോ ഗോൾ സ്പെസിഫിക് അല്ല. അതായത് പ്രത്യേക ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഈ വീഡിയോ. ഇത് ജനറൽ ഐഡിയ കിട്ടുന്നുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് വാട്ടർ എന്നുള്ളതാണ്. അതായത് രാവിലെ എണീറ്റ ശേഷം വെറും വയറ്റിൽ ചായ, കാപ്പി എന്നിവയ്ക്കൊക്കെ പകരം വെള്ളം കുടിക്കുക. കാരണം ചായയിലും കാപ്പിയിലേക്കുള്ള കഫീൻ കണ്ടന്റ് നമ്മുടെ ഗട്ടിനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ രാവിലെ എണീറ്റ ശേഷം ഏകദേശം 1/2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ നോക്കുക. അത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഫ്ലഷ് ചെയ്ത് നിങ്ങളെ ഹൈഡ്രേറ്റഡും ഫ്രഷും ആക്കി വയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ഡയറ്റിൽ അധികം ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് വൺസിലെ കഴിക്കാൻ നോക്കുക. ബിക്കോസ് അതിൽ ധാരാളം ഫൈബർ, മിനറൽസ്, വിറ്റാമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു ഹാൻഡ്ഫുൾ ആയിട്ടുള്ള നട്ട്സ് കൂടി കഴിക്കുക. നട്ട്സിൽ ധാരാളം ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. സോ അതൊക്കെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും ജോയിൻസിനും വളരെ നല്ലതാണ്. കൂടാതെ ധാരാളം ഹോർമോണൽ ബെനിഫിറ്റ്സും ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിന് ശേഷം വേണമെങ്കിൽ ചായയും കോഫിയും കുടിക്കാം, കുഴപ്പമില്ല. ഓക്കെ, തേർഡ് പോയിന്റ് പ്രയോറിറ്റൈസ് പ്രോട്ടീൻ ഇൻ യുവർ മീൽസ്. നമ്മുടെ ഇന്ത്യൻ ഡയറ്റിൽ ഏറ്റവും കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ബാക്കി കാർബ്സും ഫാറ്റും ഒക്കെ നമ്മുടെ എല്ലാ മീലിലും നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാർബ്സിനും ഫാറ്റിനും പ്രാധാന്യമില്ലെന്നല്ല, മറിച്ച് ഇവയോടൊപ്പം പ്രാധാന്യം ആഡിക്കേറ്റ് പ്രോട്ടീൻ ഇൻടേക്കിനും കൂടെ വേണമെന്നുള്ളതാണ്. കാർബ്സിനും ഫാറ്റിനും നമ്മൾ സാധാരണ ഇതിൽ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ ചോറ്, കാർബോഹൈഡ്രേറ്റ്, ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചോറ് അല്ലെങ്കിൽ ഗോതമ്പൊക്കെ ഉണ്ട്. പിന്നെ ഹെൽത്തി ഫാറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഫാറ്റ്, പൊതുവെ ഫാറ്റ് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഓരോ മീലിലും ആവശ്യത്തിന് പ്രോട്ടീൻ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാനാണ്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ പോയിന്റാണ് ഫൈബറും പ്രീബയോട്ടിക്സും പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ രാവിലെ ഫ്രൂട്ട്സ് കഴിച്ചു, ഉച്ചയ്ക്ക് രാത്രി എന്തെങ്കിലും വെജിറ്റബിൾ കറികളൊക്കെ കഴിച്ചു, അതിനെല്ലാം നമുക്ക് കുറച്ച് ഫൈബർ കിട്ടുന്നുണ്ട്. ബാക്കി നമ്മൾ ഗ്രീൻസ് നിന്നും കിട്ടാൻ നോക്കുക. ഇത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിന്നൊക്കെ കിട്ടാൻ നോക്കുക. സോ ട്രൈ ഈറ്റിംഗ് സാലഡ്സ് ആൻഡ് സച്ച്. ഇനി പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഫൈബർ തന്നെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഗട്ടിലെ ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡൈജസ്റ്റബിൾ ഫൈബറിനെയാണ് നമ്മൾ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റാണ് പ്രോബയോട്ടിക്സ്. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ഗട്ട്. ഓക്കെ, നിങ്ങളുടെ ഗട്ട് മൈക്രോബയോം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സ്. ഇതിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക്സ് ആണ് അത്. സോ അത് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 6th പോയിന്റ് കീപ് ഹെൽത്തി സ്നാക്സ് ഹാൻഡി. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് സ്നാക്സ് കഴിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ നട്ട്സ്, ഫ്രൂട്ട്സ് പോലുള്ള എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കൈ കരുതാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സ്നാക്സ് കഴിക്കുന്ന ഒരാളാണ്, നമുക്ക് സ്നാക്സ് കഴിക്കാൻ തോന്നി നമ്മൾ കടയിൽ പോയി കഴിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. സോ അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഈ മഖാന പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കയ്യിൽ കരുതാം, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 7th പോയിന്റ് ജങ്ക് ഫുഡ് മൊത്തമായിട്ട് അങ്ങ് ഒഴിവാക്കേണ്ടതില്ല. എന്ന് വെച്ചിട്ട് വീട്ടിൽ ബേക്കറി ആക്കാനൊന്നും പാടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മാഗി കഴിക്കാൻ തോന്നിയാൽ നിങ്ങൾ ചെറിയ പാക്കറ്റ് മാഗിയും കഴിക്കുക. അല്ലാതെ ഫാമിലി പാക്കറ്റ് മാഗി വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കുക, അങ്ങനെ ശീലിക്കാൻ പാടില്ല. 8ാമത്തെ പോയിന്റ് അത് കുറച്ച് എക്സ്ട്രീമാണ്. അതായത് ഈ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ആപ്സൊക്കെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആപ്പുകളിൽ നിന്ന് ഹെൽത്തി എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പ് നോക്കി അറിയാം, അല്ലെങ്കിൽ ഹെൽത്തി എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതെടുത്ത് എന്ത് ചെയ്യുക, ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്ത് കഴിക്കേണ്ട ആവശ്യമുള്ളപ്പോൾ അറ്റ്ലീസ്റ്റ് ഹെൽത്തി ഫുഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് അത്രയ്ക്ക് നന്നായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ മിക്കവാറും ഫുഡ് ഓർഡർ ചെയ്യാൻ എടുക്കുമ്പോൾ, വിശപ്പുള്ളപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ എടുക്കുമ്പോൾ ജങ്ക് ഫുഡായിരിക്കും അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡായിരിക്കും ഓർഡർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഫേവറേറ്റ്സിൽ ഹെൽത്തി ഫുഡ്സ് ആഡ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് അപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി 9ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് പോയിന്റ് അല്ല, അത് എക്സ്പ്ലനേഷൻ ആണ്.
ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്ന, ബോഡിക്ക് ആവശ്യമായ ധാരാളം ന്യൂട്രിയൻസ് ആവശ്യമായ അളവിൽ ബോഡിക്ക് നൽകുക എന്നതാണ്. അതിനോടൊപ്പം ബോഡിക്ക് ഡാമേജിങ് ആയിട്ടുള്ളവയെ മിനിമൈസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇത്ര നേരം പോയിന്റായിട്ട് പറഞ്ഞതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ പോയിന്റ് ഉണ്ട്. 10ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഫുഡുമായിട്ട് റിലേറ്റഡ് അല്ല. എന്നാൽ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര ഹെൽത്തി ഡയറ്റ് ചെയ്താലും ഗുണം കുറഞ്ഞു പോകും. അതാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. 7 മുതൽ 9 മണിക്കൂർ വരെയുള്ള സ്ലീപ്പ് അത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ്. സോ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഹെൽത്തി ഡയറ്റിനോടൊപ്പം ഹെൽത്തി സ്ലീപ്പ് കൂടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എന്നാലേ മുഴുവനായിട്ട് നിങ്ങൾ ഹെൽത്തി ഇൻഡിവിജ്വലായിട്ട് ആവാൻ പറ്റുള്ളൂ. കാരണം സ്ലീപ്പ് അത്രയ്ക്കും നമ്മുടെ ബോഡി ഒരു റിപ്പയർ മോഡിൽ, റെസ്റ്റ് മോഡിലേക്ക് എത്തുന്നത് ഡീപ്പ് സ്ലീപ്പ് ഉള്ളപ്പോഴാണ്. 7 to 9 hours സ്ലീപ്പ് മസ്റ്റാണ്. സോ അപ്പോൾ എന്താണ് ഈ ഹെൽത്തി ഡയറ്റ് എന്നുള്ളതിൻ്റെ ബേസ് ലെവലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നോക്കിയിട്ട് ഈ പോയിന്റ്സ് കുറച്ചിട്ട് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.